ഹായ് യോൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. 150 മില്യൺ യൂറോയുടെ ഒരു ഓഫർ സൂപ്പർ താരത്തിന് വേണ്ടി താൻ നൽകുകയാണ് എന്ന കാര്യം പെരസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വരുന്ന ചൊവ്വാഴ്ചയാണ് ഓഫർ നൽകുക. ആ താരം ആരാണ് എന്ന കാര്യത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നു. ജാവോ നവസ്, വീട്ടീഞ്ഞ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേട്ടത്. പക്ഷേ ഇന്നലെ ഇക്കാര്യത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത് മൈക്കൽ ഒലീസയ്ക്ക് വേണ്ടിയാണ് പെരസ് ഈ ബിഡ് നൽകുക എന്നുള്ളതാണ്. ഫാബ്രിസിയോ റൊമാനോ ഇത് പറഞ്ഞിട്ടുണ്ട്. ഡയാരിയോ എസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പെരസ് അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് ഒലീസെ. ബയേണിന് വേണ്ടി കളിക്കുന്ന താരമാണ് അദ്ദേഹം. ശരിയാണ്, ഒലീസയാണോ ആ താരം എന്ന് ചോദിച്ചപ്പോൾ പെരസ് അത് നിഷേധിച്ചിരുന്നു. അതിന്റെ കാരണം താരത്തെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അത് വിവാദമാകാൻ സാധ്യതയുണ്ട്. നേരത്തെ റിക്കൊൽമിയുടെ കാര്യത്തിലൊക്കെ അത് സംഭവിച്ചിരുന്നു. ഹാലൻഡിന്റെ പേര് അദ്ദേഹം പറഞ്ഞു, അത് പിന്നീട് വിവാദമായി. ആ ഒരു വിവാദം ഒഴിവാക്കാൻ വേണ്ടിയാണ് പെരസ് ഒലീസയുടെ പേര് പറഞ്ഞപ്പോൾ അത് നിഷേധിച്ചത്. യഥാർത്ഥത്തിൽ പെരസിന് താല്പര്യം ഒലീസയാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് പെരസ് ശ്രമിക്കുക എന്നാണ് ഫാബ്രിസിയോ റൊമാനോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബയേൺ മ്യൂണിക്ക് തങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. 150 മില്യൺ അല്ല, 200 മില്യൺ നൽകിയാലും ഒലീസയെ കൈവിടാൻ തങ്ങൾ ഒരുക്കമല്ല എന്നാണ് ബയേണിന്റെ ഒരു നിലപാട്. അതായത് ഈ താരത്തെ വിൽക്കാൻ അവർ ഒരുക്കമല്ല. ബയേണിന്റെ പ്രസിഡന്റ് അത് ഇന്നലെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പെരസിന്റെ ലക്ഷ്യം ഒലീസയാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ എത്ര തുക ലഭിച്ചാലും ബയേൺ മ്യൂണിക്ക് ഇപ്പോൾ അദ്ദേഹത്തെ കൈവിടാൻ ഒരുക്കമല്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.